2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ആശങ്കയായി അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ്. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും താരം 0-ന് പുറത്തായതോടെ ഉയർന്നത് കടുത്ത വിമർശനമാണ്. സൂപ്പർ 8-ൽ അഭിഷേക് താളം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകും. 2026 ഇതുവരെ 8 ഇന്നിംഗ്സുകൾ, 8-ൽ 5-ലും 0-ന് പുറത്ത്, അതിൽ 3 ഗോൾഡൻ ഡക്കുകൾ. ലോകകപ്പിൽ ഒരു റൺസ് പോലും ഇല്ലാതെ കൊഴിയുകയാണ് ലോക 1-ാം നമ്പർ താരം അഭിഷേക് ശർമ്മ. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയോടെയാണ് അഭിഷേക് പുതുവർഷത്തിന് തുടക്കമിട്ടത്. 35 പന്തിൽ 84 റൺസെടുത്ത അടുത്ത മത്സരത്തിൽ പക്ഷേ 0-ന് പുറത്തായി. എന്നാൽ 20 പന്തിൽ 68 റൺസുമായി ഗുവാഹത്തിയിൽ ശക്തമായ തിരിച്ചുവരവ്. പിന്നാലെ വിശാഖപട്ടണത്ത് വീണ്ടും ഗോൾഡൻ ഡക്ക്. തിരുവനന്തപുരത്ത് 16 പന്തിൽ 30 റൺസുമായി ഫോമിലെന്ന് വ്യക്തമാക്കി. ലോക 1-ാം നമ്പർ താരം ലോകകപ്പ് അരങ്ങേറ്റത്തിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുമെന്ന് കരുതിയെങ്കിലും അമേരിക്കയ്ക്കെതിരെ ആദ്യ പന്തിൽ പുറത്ത്. നമീബിയക്കെതിരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇറങ്ങിയില്ല. അതിനുശേഷം നടന്ന 2 മത്സരങ്ങളിലും റൺസൊന്നും എടുക്കാതെ പുറത്തായി. ഇതോടെ 2020 ലോകകപ്പിൽ കൂടുതൽ ഡക്കുകൾ എന്ന നാണക്കേടിന് റെക്കോർഡിൽ ഇന്ത്യൻ താരങ്ങളിൽ അഭിഷേക് ശർമ്മ ആശിഷ് നെഹ്റയ്ക്കൊപ്പമെത്തി. ആദ്യ പന്ത് മുതൽ അടി തുടങ്ങുന്ന അഭിഷേകിന്റെ ശൈലി തന്നെയാണ് എതിർ ടീമുകൾ ആയുധമാക്കുന്നത്. പാകിസ്ഥാന് പിന്നാലെ സ്പിൻ തന്ത്രം ഓറഞ്ച് പടയും പുറത്തെടുത്തതോടെ അഭിഷേക് വീണു. തുടർച്ചയായ ഡക്കുകളിലും ശൈലിയിൽ നിന്നും തെല്ലും പിന്നോട്ട് പോകാൻ അഭിഷേക് തയ്യാറായിട്ടില്ല. പിന്നാലെ മുൻ താരങ്ങൾ അഭിഷേകിനെ വിമർശിച്ച രംഗത്തെത്തി. ആദ്യം സിംഗിൾ എടുത്തിട്ട് പിന്നീട് ഇന്നിംഗ്സ് സജ്ജമാക്കണമെന്ന സുനിൽ ഗവാസ്കറും അല്പം ക്ഷമ ആവശ്യമാണെന്ന് രവി ശാസ്ത്രിയും പറഞ്ഞു. സൂപ്പർ 8-ലേക്ക് കടക്കുമ്പോൾ അഭിഷേകിന്റെ പ്രകടനത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ടീമിൽ അഭിഷേക് തുടരുമെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ടീമിന് വൻ തിരിച്ചടിയാകും. ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും സ്പിന്നിനെ നേരിടുന്നതിൽ അഭിഷേക് മാറ്റം കൊണ്ടുവരുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.